എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 89 ശ്ലോകം 54 മുതൽ 61 വരെ 8 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. കൃഷ്ണാർജുനന്മാര് ആ വൈകുണ്ഠത്തിൽ പ്രവേശിച്ച് ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം പുരുഷോത്തമനായ ഭഗവാനെ ദർശിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 54. തസ്മിൻ മഹാഭീമമനന്തമത്ഭുതം സഹസ്രമൂർധന്യഫണാമണിദ്യുഭി വിഭ്രാജമാനം ദ്വിഗുണോൽപണേക്ഷണം സിതാചലാഭം ശിതികണ്ഠജിഹ്വം. ആ പുരത്തില് കാണുന്നവരുടെ മനസ്സില് മഹാഭയം ജനിപ്പിക്കത്തക്ക വിധം അത്ര വലുതും ആശ്ചര്യകരവും 1000 ശിരസ്സുകളിലുള്ള രത്നങ്ങളുടെ പ്രഭകളാൽ അത്യന്തം പ്രകാശിക്കുന്നതും സ്ഫടിക പർവ്വതം പോലെ വെളുത്ത നിറമുള്ളതും തീക്ഷ്ണങ്ങളായ 2000 കണ്ണുകളോടും നീല നിറത്തിലും ഇരിക്കുന്ന നാവുകളോടും കൂടിയും ഇരിക്കുന്ന ആദിശേഷനെയും കണ്ടു. ദദർശതൽ ഭോഗസുഖാസനം വിഭും മഹാനുഭാവം പുരുഷോത്തമോത്തമം സാന്ദ്രാംബുദാഭം സുപിശങ്കവാസസം പ്രസന്നവക്ത്രം രുചിരായ ദക്ഷിണം. ആദിശേഷന്റെ ശരീരത്തെ സുഖാസനമായിട്ട് സ്വീകരിച്ചു. എല്ലാം അറിഞ്ഞും മഹത്തായ അനുഭാവത്തെ പ്രകാശിപ്പിച്ചും പുരുഷന്മാരിൽ ഉത്തമന്മാരായ ബ്രഹ്മാദികളിലും വെച്ച് ഉത്തമനും കാളമേഘം പോലെ ശ്യാമള നിറമുള്ളവനും ഏറ്റവും മഞ്ഞ നിറമുള്ള പട്ടുധരിച്ചും പ്രസന്നമായ മുഖത്തോടുകൂടിയും അതിമനോഹരങ്ങളും ആയതങ്ങളുമായ കണ്ണുകളോടുകൂടിയും മഹാമണിവ്രാത കിരീടകുണ്ടല പ്രഭാപരിക്ഷിപ്ത സഹസ്രകുന്തളം പ്രലംബചാർവാഷ്ടഭുജം സകൗസ്തുഭം ശ്രീവത്സലക്ഷ്മം വനമാലയാതം. ഉത്കൃഷ്ടങ്ങളായ രത്നസമൂഹങ്ങൾ പതിച്ചിട്ടുള്ള കിരീടത്തിൽ നിന്നും കർണാഭരണങ്ങളിൽ നിന്നും പുറപ്പെടുന്ന കാന്തിയാൽ വ്യാപിക്കപ്പെട്ട തലമുടിയോടുകൂടിയും മുട്ടുവരെ നീണ്ട മനോഹരങ്ങളായ 8 കൈകളോടുകൂടിയും കൗസ്തുഭം എന്ന രത്നം മാറിൽ ധരിച്ചും ശ്രീവത്സം എന്ന മറുവോടുകൂടിയും വനമാലയാൽ അലങ്കരിക്കപ്പെട്ടു. സുനന്ദനന്ദ പ്രമുഖേ സ്വപാർഷദൈഹി ചക്രാദിഭിർമൂർത്തിധരൈർനിജായുധേ പുഷ്ട്യാ ശ്രിയാ കീർത്യജയാഖിലാർത്ഥിഭിः നിഷേവ്യമാണം പരമേഷ്ഠിനാം പതിം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സുനന്ദനന്ദ പ്രമുഖേ സ്വപാർഷദേ ചക്രാദിഭിർമൂർത്തിധരൈർനിജായുധേ പുഷ്ട്യാ ശ്രിയാ കീർത്യജയാഖിലാർത്ഥിഭിः നിഷേവ്യമാണം പരമേഷ്ഠിനാം പതിം. സുനന്ദൻ നന്ദൻ മുതലായ തന്റെ സേവകന്മാരാലും ശരീരങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന ചക്രാദികളായ തന്റെ ആയുധ ദേവതകളാലും പുഷ്ടി ശ്രീ കീർത്തി അജ എന്നീ ദേവതകളാലും അണിമാദികളായ 8 വിധ സമൃദ്ധികൾ നൽകുന്ന ദേവതകളാലും സേവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാദി ദേവന്മാരുടെ പോലും അതിയെയും കണ്ടു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭുജംഗേശയാനം ഭജേ പത്മനാഭം ഹരേ അന്യദേവം നമന്യേ നമന്യേ
ശ്രീ പൂർണ്ണത്രയീശാ ശരണം. ഭവന്താത്മാനമനന്തമച്യുതോ ജിഷ്ണുശ്ച തദ്ദർശനജാത സാധുസ താവാഹഭൂമാ പരമേഷ്ഠിനാം പ്രഭു ബദ്ധാഞ്ജലി സസ്മിതമൂർച്ഛയാ ഗിര. ശ്രീകൃഷ്ണൻ നാശരഹിതമായിരിക്കുന്ന ആ പരമാത്മാവായ തന്നെ വന്ദിച്ചു. അത്ഭുതമൂർത്തിയെ കണ്ടു ഭയപ്പെട്ട അർജുനനും വന്ദിച്ചു. ദിവരാർത്ഥ കാലാവസാനത്തില് നശിച്ചു പോകുന്ന അനേകം ബ്രഹ്മാക്കളുടെ പാലകനായിരിക്കുന്ന ആ പ്രഭു സമീപത്തിൽ അഞ്ജലി ബന്ധം ചെയ്തു നിൽക്കുന്ന ശ്രീകൃഷ്ണ അർജുനന്മാരോട് ഗംഭീര സ്വരത്തിൽ പറഞ്ഞു: ദ്വിജാത്മജാമേ യുവയോർദിദൃക്ഷുണ മയോപനീതാഭുവി ധർമ്മഗുപ്തയെ കലാവതീർണാഭവനേർഭരാസുരാൻ ഹത്വേഹഭൂയ ത്വരയേതമന്തിമേ. ഭൂമിയില് ധർമ്മരക്ഷയ്ക്കായി അവതരിച്ചിരിക്കുന്ന എന്റെ അംശഭൂതന്മാരായുള്ള നിങ്ങളെ കാണാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ബ്രാഹ്മണപുത്രന്മാരെ ഇവിടെ കൊണ്ടുവരിച്ചത്. ഭൂമിക്ക് ഭാരമായി ഭവിച്ചിരിക്കുന്ന അസുര രാജാക്കന്മാരെ സംഹരിച്ചിട്ട് താമസിക്കാതെ നിങ്ങൾ എന്റെ അരികത്ത് തന്നെ വരണം. അതാണ് നരനാരായണന്മാരാണ് ശ്രീകൃഷ്ണനും അർജുനനും. അവരെ രണ്ടുപേരെയും കാണണമെന്ന് ഒരു മോഹം തോന്നിട്ട് അത്ര ഭഗവാൻ ഈ ബ്രാഹ്മണപുത്രന്മാരെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുവന്നു. പൂർണ്ണകാമാവപിയുവാം നരനാരായണാവൃഷി ധർമ്മമാചരതാം സ്ഥിതേ ഋഷഭൗ ലോകസംഗ്രഹം. പൂർവജന്മത്തിൽ നിങ്ങള് നരൻ നാരായണൻ എന്നു പേരായിട്ട് അവതരിച്ച ഋഷി ശ്രേഷ്ഠന്മാരാകുന്നു. നിങ്ങൾക്ക് സാധിക്കേണ്ടതായിട്ട് യാതൊന്നുമില്ല. കർമ്മം ചെയ്യേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. എങ്കിലും ലോകത്തെ സംരക്ഷിക്കാൻ ഉപകരിക്കുന്ന സ്വധർമ്മം, അതായത് ക്ഷത്രിയോചിതമായിരിക്കുന്ന രാജ്യ പരിപാലന കർമ്മം നിങ്ങൾ നടത്തുവിൻ. ഈ സംഗതി ഭാരതയുദ്ധത്തിനു മുൻപിൽ നടന്നതാണ്. ശ്രീകൃഷ്ണന്റെ ശ്രേഷ്ഠത വർണ്ണിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ പ്രസ്താവിച്ചു. ഇപ്പോഴതിവിടെ പ്രസ്താവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദുഷ്ടനിഗ്രഹ പരിപാലന രൂപമായ ക്ഷത്രിയ ധർമ്മം നടത്തേണ്ടത് നിങ്ങളുടെ കടമയായിരിക്കണമെന്ന് കൃഷ്ണനോടും അർജുനനോടും സമാനമായി ഉപദേശിച്ചതുകൊണ്ട് കൃഷ്ണൻ അർജുനനെ പോലെ തന്നെ സാധാരണ പുരുഷൻ എന്ന് ചിന്തിക്കരുത്. കൃഷ്ണൻ സാക്ഷാൽ പരമാത്മാവാണ് എന്ന് ഇതിനു മുമ്പ് പലയിടത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഇവിടെ വിസ്മരിക്കാൻ പാടില്ല. കുട പിടിച്ചു പോകുന്ന ചിലരുടെ കൂട്ടത്തിൽ കുടയില്ലാത്തവര് ചിലരുണ്ടെങ്കിലും അവരെല്ലാം ഉൾപ്പെടുത്തി ആ കുടക്കാര് പോകുന്നു എന്ന് പറയുന്നത് പോലെ ഉപദേശം ഗ്രഹിക്കാൻ അർഹനായിരിക്കുന്ന അർജുനന്റെ കൂട്ടത്തിൽ സർവജ്ഞനായ കൃഷ്ണനെയും ഉൾപ്പെടുത്തി പറഞ്ഞു എന്ന് നമുക്ക് ധരിക്കാൻ പാടുള്ളൂ. ഇത്യാദിഷ്ടോ ഭഗവതാ തൗ കൃഷ്ണൗ പരമേഷ്ഠിന ഓം ഇത്യാനമ്യ ഭൂമാനം ആദായ ദ്വിജതാരകാൻ. വൈകുണ്ഠമാകുന്ന ഉത്കൃഷ്ട സ്ഥാനത്തിലിരുന്നരുളുന്ന ശ്രീ ഭഗവാനാൽ ഇപ്രകാരം ഉപദേശിക്കപ്പെട്ട ആ ശ്രീകൃഷ്ണ അർജുനന്മാര് ഓം എന്ന് പറഞ്ഞ് ആ ഉപദേശത്തെ അംഗീകരിച്ചിട്ട് ഭൂമബ്രഹ്മമായ ആ ശ്രീനാരായണനെ നമസ്കരിച്ച് ബ്രാഹ്മണകുമാരന്മാരെ സ്വീകരിച്ചു. ആദിശേഷനായ അനന്തമൂർത്തിയുടെ മെത്തയിൽ ശയിച്ചുകൊണ്ടിരുന്ന പുരുഷോത്തമനായ ഭഗവാൻ കൃഷ്ണാർജുനന്മാരെ കണ്ടപ്പോൾ എഴുന്നേറ്റങ്ങടെ ഇരുന്നു. ആ രൂപമാണ് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ശ്രീകോവിലില് മനോഹരമായിട്ട് വിളങ്ങുന്ന സന്താനഗോപാലമൂർത്തിയായ പൂർണ്ണത്രയീശ. ഈ സന്താനഗോപാലം കഥയായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രമാണ് ഈ പൂർണ്ണത്രയീശ ക്ഷേത്രം. പൂർണ്ണത്രയീശനെ ഭജിച്ചാൽ എല്ലാ ഐശ്വര്യങ്ങളും സന്താനം സൗഭാഗ്യവും ഉണ്ടാവുന്നതാണ് വിശ്വാസം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.